ഹലോ. അപ്പം ഇന്ന് രാവിലെ എണീക്കാൻ തന്നെ കുറച്ച് വൈകിട്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ളൊരു സമയം അത് കാണിക്കാൻ വെച്ചു. പിന്നെ ഇവിടെ ഇപ്പം ഞങ്ങളുടെ ഇവിടെ മഴ നല്ല ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 ദിവസം അടുപ്പിച്ച് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ നല്ല പേടി, നല്ല ചറവറ നല്ല മഴയാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഈ ഇരിക്കുന്ന സ്ഥലത്ത് കുറച്ച് മഴയുള്ളൂ. പിന്നെ അമ്മ പറഞ്ഞു കുറച്ച് അങ്ങോട്ട് കുറച്ച് വേറെ സ്ഥലങ്ങളിൽ നല്ല മഴയാണ്, പുഴയൊക്കെ നല്ല നിറഞ്ഞ് നിൽക്കുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ ഞാൻ ന്യൂസിലൊക്കെ കാണുമ്പോൾ എൻ്റെ അവിടെ ഭാരതപ്പുഴയൊക്കെ നല്ല വെള്ളമായിട്ടുണ്ട്. പിന്നെ ചില സ്ഥലത്തൊക്കെ വീടൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോവുക, അതൊക്കെ കാണുമ്പോൾ നല്ല പേടിയായിട്ട്. ഇപ്പോൾ മഴക്കാലം തുടങ്ങുമ്പോൾ നല്ല രൂക്ഷമായിട്ടാണ് പെയ്യണത് മഴ. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക, ശ്രദ്ധിക്കുക. മണ്ണൊക്കെ ഇടിയണ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറിയിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എല്ലാവരും സേഫായി ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അച്ചുട്ടി ഇപ്പോൾ ഉറങ്ങി എണിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് മുന്നേ എണിച്ചു, പിന്നെയും പോയി കുറച്ച് നേരം ഇരുന്ന് ന്യൂസും കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയും പണിക്ക് പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലൂസ് ഉറങ്ങാണ് അല്ലേ ലച്ചു? അപ്പോൾ വീഡിയോയിലേക്ക് പോവാട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ വേഗം ഇന്ന് രാവിലേക്ക് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കറി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിൽ വേഗം ഗ്രീൻ പീസും കുറുമ വയ്ക്കാനായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ എനിക്ക് അച്ചൂട്ടിക്ക് മാത്രം മതിയല്ലോ, വേറെ ആരും ഇല്ല. അപ്പോൾ കുറച്ച് ദിവസമായി അടുപ്പിച്ച് ദോശ ഇഡ്ഡലിയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാനൊരു മോഹം. അപ്പോൾ അതിനുള്ള കറികളൊക്കെ മുറിച്ചിട്ട് മസാല എല്ലാം ഇട്ടിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് വിസിൽ വരുത്തേ വേണ്ടു. അപ്പോൾ അതവിടെ വെച്ചിട്ട് വേഗം ഞാൻ ചപ്പാത്തി പരത്താൻ പോയിട്ടോ. ചപ്പാത്തി എപ്പോഴും വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുഴയ്ക്കുമ്പോൾ ഇല്ലേ നല്ല കട്ടിയായിരുന്നേ. അപ്പോൾ ഈ പ്രാവശ്യം അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടി. അപ്പോൾ ഒരു സന്തോഷം കിട്ടി. ഇല്ലെങ്കിൽ അത് കുഴയ്ക്കുന്ന സമയത്തേക്ക് നല്ല ഹാർഡായി തോന്നി. അപ്പോൾ ഞാൻ കൊള്ളാവുന്ന വിചാരിച്ചത്, പക്ഷേ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടോ. ചുട്ട് വരുമ്പോൾ തന്നെ നല്ല രസമായിരുന്നു. പിന്നെ അച്ചൂട്ടിക്കാണെങ്കിൽ ചപ്പാത്തിയും ദോശ ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്, പക്ഷേ ഇത് അധികം വെക്കില്ല. കൂടുതലും അരി പലഹാരങ്ങളാണ് കൂടുതലായിട്ട് കഴിക്കുന്നത്. അപ്പോൾ ഏട്ടനായാലും ഈ ഒരു പലഹാരമൊക്കെ ഇഷ്ടം തന്നെയാണ്. ഭൂരിനേക്കാളും കൂടുതലും ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം. അപ്പം അങ്ങനെ അതൊക്കെ പരത്തി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചുട്ട് എടുക്കുകയാണ് കേട്ടോ. 6 എണ്ണമൊക്കെ ഉണ്ടാക്കിയുള്ളൂ. എനിക്ക് അവൾക്ക് മാത്രം വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. അങ്ങനെ ഇതാ ചപ്പാത്തിയൊക്കെ പരത്തി. അച്ചൂട്ടിക്ക് പാലും എനിക്ക് ചായയും ആയിരുന്നു കേട്ടോ. ഒരു ഏലക്ക ഇട്ടിട്ട് ഒരു മനസ്സുഖത്തിന് വേണ്ടിയിട്ടോ. പിന്നെ ഇതാ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിക്കാൻ പോകുന്നതിന് മുന്നേ ഞാനിന്ന് അവന് രാവിലെ അല്ലൂസിന് കുറുക്ക് കൊടുക്കാൻ വേണ്ടി നിന്നത്. അപ്പോൾ അതൊന്ന് അരച്ച് വെച്ചിട്ട് പിന്നെ കഴിക്കാനായിരിക്കും. അല്ലെങ്കിൽ പിന്നെ പെട്ടെന്നായിരിക്കും കറണ്ട് പോവൽ വരിക. നമ്മൾ പ്രതീക്ഷിക്കാത്ത നേരത്തേക്ക് ഇപ്പോൾ മഴയും കൂടിയല്ല, അപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോൾ കറണ്ട് പോവുമോ വിചാരിച്ചിട്ട് ഞാൻ അവന് കുറുക്ക് അരച്ച് വെച്ചിട്ട് കഴിക്കാതിരിക്കാൻ വിചാരിച്ചു. അപ്പോൾ അവൻ നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ എണിച്ചുകൊണ്ട് പാല് കുടിച്ചു. അപ്പോൾ അവനെ പിന്നെ എണിപ്പിച്ചില്ല. അവൻ പതിയെ എണിക്കട്ടെ വെച്ചിട്ട് ഇപ്പോൾ സമയം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അച്ചൂട്ടി കഴിക്കാനൊക്കെ ഇരിക്കുകയാണ്. ചെറിയൊരു ചാറ്റിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അധികം മഴ പെയ്തില്ല. ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് പെയ്യുമെന്ന് അറിയില്ല. അപ്പോൾ ചെറിയ ചാറ്റിലൊപ്പം നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. മൂടലും വെയിലും മഴയുടെ ചാറ്റിലെല്ലാം കൂടിയൊരു കാലാവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ അച്ചൂട്ടി ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യമൊക്കെ ആണെങ്കിൽ അവൾക്ക് വാരി കൊടുക്കുകയൊക്കെ ചെയ്യും. ഇപ്പോഴാണെങ്കിൽ ഞാൻ അവൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാനാണ് ട്രെയിൻ ചെയ്യുന്നത്. കാരണം സ്കൂളിൽ അംഗനവാടിയിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ വാരി കൊടുക്കേണ്ട ഒരു അവസ്ഥ വരണ്ടല്ലോ. ആദ്യമൊക്കെ അവർ വാരി കൊടുക്കും. പിന്നീട് ചോറ് അവൾക്ക് വാരി കൊടുക്കണം നിർബന്ധമാണ്. വീട്ടിലാണെങ്കിലും ചോറ് അങ്ങനെ കഴിക്കില്ല. അങ്ങനെ പലഹാരങ്ങളൊക്കെ ആണെങ്കിൽ ദോശയോ ഇഡ്ഡലിയൊക്കെയാണെങ്കിൽ പിച്ചിട്ട് കൊടുക്കുക ചെയ്യുക. അംഗനവാടിയിൽ പോകുന്ന ദിവസം മിക്കവാറും ഞാൻ എന്തെങ്കിലും പണി ചെയ്യുകയാണെങ്കിൽ പിച്ചിട്ട് വെച്ച് കൊടുത്തിട്ട് ഞാൻ പണിയെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കറികളൊക്കെ കഴിക്കുകയാണ്. ഈ ഒരു കുറുമ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പണ്ട് തറവാട് വീട്ടിലിരിക്കുന്ന സമയത്ത് ചന്ദ്രേട്ടൻ്റെ കടയുണ്ട്, അവിടെ പോയ ഈ പൊറോട്ടയ്ക്കൊക്കെ ഈ ഒരു കറി തരും കേട്ടോ. എനിക്കതൊക്കെ നല്ല ഇഷ്ടമാണ്. അതൊരു നല്ല കോംബോ ആണ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആച്ചൂട്ടി ഓരോന്നും എടുത്ത് കഴിക്കുന്നുണ്ട്. കറി കുറച്ച് എരിവായതുകൊണ്ട് അവൾ അധികം ഉപയോഗിച്ചില്ല. ഓരോ ചപ്പാത്തിയായിട്ട് ഇങ്ങനെ എടുത്തിരുന്ന് കഴിക്കാൻ. ഒപ്പം എന്തൊക്കെയൊക്കെ സംസാരിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്. ഞാനാണെങ്കിൽ ഞങ്ങൾ എപ്പോഴും വീട്ടിലിരിക്കുമ്പോൾ ഞാൻ അച്ചൂട്ടിയാണ് കേട്ടോ കൂട്ട്. അലൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ 3 ആളാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചെറിയ പറമ്പാണ്, അതായത് വീടിൻ്റെ സൈഡിൽ തന്നെ ചെറുതായിട്ട് അങ്ങനെ പച്ചക്കറിയും കാര്യങ്ങളും ചെടികളൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചീരയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചീരക്കറിയാണ്. അപ്പോൾ അത് പറിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ ചീരയുണ്ട്,
അമ്മ ചീരയുടെ വിത്തൊക്കെ ഇങ്ങനെ പാകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുരിങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. മുരിങ്ങ ചെറുതായിട്ട് വരുന്നുള്ളൂ. ഒരു മരം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അത് പശു അന്ന് അറിയാതെ കയറി പൊട്ടിച്ച് അതാകെ ഇടങ്ങാറായി. പിന്നെ അമ്മ അതൊക്കെ വെട്ടിക്കളഞ്ഞു. അപ്പോൾ ഈ ഒരു സ്ഥലമൊക്കെ ചെറുതായിട്ട് അമ്മ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ടോ ഗൈസ്, ഞങ്ങളുടെ ചെണ്ടുമല്ലിയിൽ പൂവ് ഇട്ടിട്ടുണ്ട് കേട്ടോ. മുട്ട് വന്നിട്ടുണ്ട്. ഓണമൊക്കെ വരാൻ പോലെ. അപ്പം മുട്ടൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ചെടികളിൽ. അപ്പോൾ അതൊക്കെ കണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ചീരയൊക്കെ പറിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ കറി വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അവൻ എനിപ്പിക്കേണ്ട, അവൻ എനിക്കിന് മുന്നേ കുറച്ച് റെഡിയാക്കാൻ വെച്ചിട്ടാണ്. അതിന് അല്ലൂസ് ഇപ്പോഴും ഉറങ്ങിക്കൊണ്ട് തന്നെയാണ്, ഇനി എണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വേഗം അവനെ എണിപ്പിക്കണം. കാരണം സമയം 10 മണിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് അവനെ എണിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവളുടെ ഒരു ഡാൻസാണ്. ഇതെന്ത് പാട്ടാ? ആ, കാല് പാട്ടാ. ആ, ഇനി പാട്. ആ, പശു പാട്. പിന്നെ ഞാൻ അവളുടെ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറുക്കുണ്ടാക്കിയിട്ട് എണിപ്പിക്കാതെ വെച്ചിരിക്കുമ്പോഴേക്കും അവൻ തന്നെ വാതിൽ തുറന്ന് എണിച്ച് വരും കേട്ടോ. ചില സമയങ്ങളിലല്ലേ ഞാൻ പോയി നോക്കുന്ന സമയത്ത് ഇനി എണിച്ചിട്ടില്ലേ പറഞ്ഞിട്ട് പോയി നോക്കുമ്പോഴല്ലേ എണിച്ചിട്ട് അങ്ങനെ ബെഡിൽ കിടക്കായിരിക്കും. എന്നെ കാണുമ്പോൾ അങ്ങനെ എണിച്ച് വരിക ചെയ്യുക. അപ്പോൾ ഇന്ന് തനിയെ വാതിലൊക്കെ തുറന്ന് ചിരിച്ചുകൊണ്ട് തന്നെ എനിക്ക് കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി. പിന്നെ അത് അച്ചൂട്ടി അവനെ കണ്ടപ്പോൾ അവനെ എന്താ പറയുക, സ്നേഹപ്രകടനമാണ് ചേച്ചിയും അനിയനും. അവനെ നേരെ ഇത് എണിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവന് കഴിക്കാനൊക്കെ കൊടുക്കണം. ഈ ഒരു ചുണ്ട് ഇന്നലെ ഓടിയപ്പോൾ പെട്ടെന്ന് വീണതാണ്. അപ്പം ഇനി അവനൊക്കെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് വേഗം ഞാൻ കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. ഇത് ഉപ്പേരിക്കാണ് കേട്ടോ. ക്യാബേജും ബീട്രൂട്ടുള്ള ഒരു ഉപ്പേരിയും ഈ ചീരക്കറി, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു നാടൻ ഊണ് ചെയ്യാൻ വെച്ചിട്ടാണ്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ രീതിയിൽ. അപ്പോൾ കുറച്ചൊക്കെ പാത്രം കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കൊടുത്ത് ഞാൻ എൻ്റെ പണി ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ. ഏകദേശം കറിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പേരിയും ആയി, അത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറുതായിട്ട് പപ്പടം ഉണ്ടായിരുന്നില്ല, അപ്പോൾ കൊണ്ടാട്ടം വറുത്തെടുത്തു. പിന്നെ കോളിഫ്ലവർ ഒരു പകുതി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊരു മസാലയൊക്കെ പുരട്ടി ഞാൻ വറുക്കാൻ വെച്ചു കേട്ടോ. അതും വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു പ്രത്യേകിച്ചൊരു സ്പെഷ്യലിങ് പറയാൻ. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാം വെച്ച് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ പാത്രമൊക്കെ കഴുകാൻ നിന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് രാവിലെ ഒരു ട്രിപ്പ് കഴുകിയതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കഴുകണേക്കാളും ഇപ്പോൾ ഉച്ചയ്ക്ക് ഈ ഒരു കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴുകി കഴിഞ്ഞാൽ അടുക്കളത്തെ പണി ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ വെച്ചിട്ടായിരുന്നു. അവർക്ക് പിന്നെ ഏകദേശം ഇപ്പോൾ തന്നെ ഒരു 12 മണിയൊക്കെ ആയിക്കണം കേട്ടോ. അപ്പം ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കണം. അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചിട്ടാ. ഞാൻ അവർക്ക് ഫോൺ വെച്ച് കൊടുത്തിട്ടാണ് കുളിക്കാൻ പോയത്. ടി വി ഒന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനെ അവർ കളിച്ചുകൊണ്ടിരിക്കേണ്ട ആ ഒരു സമയത്ത് ഞാൻ കഴിക്കാനിരിക്കുകയാണ്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചോറുണ്ട്, ചീരയും പരിപ്പിട്ടുള്ള കറിയുണ്ട്, കൊണ്ടാട്ടം, ക്യാബേജ് ഉപ്പേരി, പിന്നെ കോളിഫ്ലവർ ഫ്രൈ, പിന്നെ നല്ല എരിവുള്ള മാങ്ങാച്ചാറുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണ്. ഇന്നത്തെ ഊണ് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. കാരണം ഞാൻ വെച്ചത് കൊണ്ട് മാത്രമല്ല, സൂപ്പർ എന്ന് പറയണത് എന്താ വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിക്കണം കേട്ടോ. കാരണം ഒരു നാടൻ ഊണ് കഴിക്കാൻ, നാടൻ ഊണ് എനിക്ക് നല്ല ഇഷ്ടമാണ്. എപ്പോഴും മസാല കഴിക്കുന്നേക്കാളും ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരു ഊണൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇവരെ എപ്പോഴും ഉച്ചയ്ക്ക് ഞാൻ നിർബന്ധമായിട്ട് ഉറക്കും. കാരണം അച്ചൂട്ടിക്കാണെങ്കിലും അംഗനവാടിയിൽ ഉറങ്ങണം, അല്ലൂസിനാണെങ്കിലും ഉച്ചയ്ക്ക് ഉറക്കം വരും. പിന്നെ ഉറങ്ങിയില്ലെങ്കിൽ പിന്നീടായിരിക്കും അതിൻ്റെ ഒരു പ്രാന്തും കാര്യങ്ങളൊക്കെ, ഇല്ലെങ്കിൽ നല്ല വാശിയായിരിക്കും. ആ ഉറക്കത്തിൻ്റെ വാശി പിന്നീടായിരിക്കും കാണിക്കുക. അപ്പോൾ ഒരു സമയമാകുമ്പോൾ കൃത്യം ഉറക്കാൻ പോകും. അങ്ങനെ വീടൊക്കെ അടിച്ചു വാരിയതാണ് ഞങ്ങൾ കിടക്കാൻ പോവുകയാണേ. അപ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവരെ ഉറങ്ങാൻ പോവുകയാണ്. അവരെ ഉറക്കണം. എന്നാലും കളിയും കാര്യങ്ങളായതുകൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അല്ലൂസും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.